അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി, അതായത് ഇന്ത്യക്കെതിരെ 25% പ്രത്യക്ഷ ചുങ്കം അല്ലെങ്കിൽ പ്രതികാര ചുങ്കം ഏർപ്പെടുത്തും. റഷ്യയുമായി വ്യാപാരം നടത്തുന്നത് കൊണ്ട് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് യുദ്ധസാമഗ്രികൾ വാങ്ങുന്നത് കൊണ്ട് 100% നികുതി അല്ലെങ്കിൽ പിഴ ഈടാക്കും എന്നുള്ള ഭീഷണി അത് ഏതാണ്ട് പ്രാവർത്തികമായിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വിപണിയാണ്. അത് നഷ്ടമാകുന്നത് കടുത്തൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇന്ത്യയുടെ GDP ഇപ്പോൾ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന GDP ആണ്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയാണ്. 6.5% വർധനവാണ് കഴിഞ്ഞ മുൻ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത്. നമ്മുടെ രാജ്യം വികസിക്കുന്ന ലോക സമ്പദ് വ്യവസ്ഥകളിൽ നിലവിൽ 4ാം സ്ഥാനമാണ്. അത് 3ാം സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ആഗ്രഹം. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയിലെ വിപണി നമുക്ക് അന്യമാകുന്നത് വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്നതിൽ സംശയമില്ല. പക്ഷേ അതിന് ബദൽ മാർഗങ്ങൾ ആലോചിക്കണമല്ലോ. അപ്പോൾ ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ നിർണായക ഈ ഒരു നീക്കം അത് പ്രാവർത്തികമായതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വാരാണസിയിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരാണസിയിൽ ഒരു പൊതുവേദിയിൽ സംസാരിക്കവേ കൃത്യമായ മറുപടിയാണ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. അതായത് അമേരിക്ക ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് കൊണ്ട് ഇന്ത്യ വെറുതെ ഇരിക്കും എന്ന് ആരും കരുതേണ്ടതില്ല. അതായത് ലോകത്തെ വിപണി വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു, വലിയൊരു അനിശ്ചിതത്വത്തെ നേരിടുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി നമ്മൾ അവസരമാക്കി മാറ്റണം. നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്, ആ ഒരു ആശയത്തിന് കൂടുതൽ ശക്തിയും ഊർജവും നൽകേണ്ട സമയം ഇതാണെന്നാണ് മോദിയുടെ അഭിപ്രായം അല്ലെങ്കിൽ ആഹ്വാനം. അതായത് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ നിർമ്മിതമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അതുവഴി നമ്മുടെ ആഭ്യന്തര വിപണി മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. നമ്മളുടെ വ്യവസായികൾക്ക്, നമ്മളുടെ സംരംഭകർക്ക്, അവർക്ക് വിദേശ വിപണികളെ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം വിപണിയിൽ നമ്മുടെ നാട്ടുകാർ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ടുള്ള സന്നദ്ധത കാണിക്കണം. അത്യാഡംബരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആർഭാടത്തിൻ്റെ പേരിൽ വിദേശ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ അമിത വിലയുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പ്രവണത ഈ ഒരു ഘട്ടത്തിൽ വേണ്ടെന്ന് വെച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് മോദിയുടെ ആഹ്വാനം. അതായത് അദ്ദേഹം ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു. ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാക്കിയെടുത്ത ഒരു സമര ആശയമാണ്. അതായത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുക. അത് വെള്ളക്കാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫലപ്രദമായ ഒരു സമരാഹ്വാനമായി നമ്മൾ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരപരിപാടികൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മറുപടി കൊടുക്കാൻ ഈ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സമര ആഹ്വാനം ഏറ്റെടുക്കുന്നതിലൂടെ മഹാത്മാഗാന്ധിക്ക് കൊടുക്കുന്ന ഒരു ആദരവ് കൂടിയാകും ഇത്തരം ഒരു നീക്കം എന്നുള്ളതാണ് മോദിയുടെ അഭിപ്രായം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി അടക്കമുള്ള ചില പ്രതിപക്ഷ നേതാക്കൾക്ക് കൃത്യമായ മറുപടിയും അദ്ദേഹം ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇതേപോലെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും, അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആയിക്കോട്ടെ, രാജ്യ താല്പര്യത്തിനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. അതായത് വെറും ഒരു രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിൽ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്നുള്ളതാണ് മോദി ഉദ്ദേശിച്ചത്. പുതിയ ഈ ഒരു അവസരത്തിൽ നമ്മുടെ വ്യവസായികൾക്ക്, നമ്മളുടെ കർഷകർക്ക്, നമ്മളുടെ സംരംഭകർക്ക്, നമ്മുടെ തൊഴിലാളികൾക്ക്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം പുതിയ അവസരങ്ങൾ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നുള്ള ആഹ്വാനമാണ് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇന്ത്യ വലിയൊരു വെല്ലുവിളിയാണ് നേരിടുന്നത്. കാര്യം അമേരിക്ക ഇന്ത്യയിലെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തുക വഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണി ഏതാണ്ട് അന്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഏതാണ്ട് റഷ്യയുമായിട്ടുള്ള ഇടപാടുകളുടെ പേരിൽ 100% നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. അപ്പോൾ ഇത്തരത്തിൽ വന്നാൽ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇവിടെ ഏറിയ പങ്കും കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് നിരവധിയായ കാർഷിക ഉൽപ്പന്നങ്ങൾ, ചില വ്യവസായ ഉൽപ്പന്നങ്ങളടക്കം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഒരു വിപണി മാത്രമാണ്. അമേരിക്കയിൽ നിന്ന് അധിക സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അതുകൊണ്ട്
ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഇല്ലാണ്ടാകുന്നത് വലിയ തിരിച്ചടിയാണ്. എന്നാൽ നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ, അതായത് ഇന്ത്യ ധാരാളമായി വാങ്ങുന്ന ഒരു രാഷ്ട്രമാണെങ്കിൽ നമുക്ക് പകരം മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് അത്തരം സാധനങ്ങൾ വാങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് വിൽക്കാനുള്ള ഒരു വിപണി ഇല്ലാണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ നിലവിൽ അതിന് ബദൽ മാർഗങ്ങൾ നമ്മൾ ആരായുന്നുണ്ട്. അതായത് നമ്മൾ പല യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുന്നു. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുന്നു. നമ്മുടെ ആഭ്യന്തര വിപണി മെച്ചപ്പെടുത്തുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകൾ അമേരിക്കയുമായിട്ട് ഇനി തുടർ ചർച്ചകൾക്കും സാധ്യതയുണ്ട്. അതായത് ഒരു കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ച്, ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചർച്ചകൾ പല തവണ നടന്നെങ്കിലും അതിനൊക്കെ കാര്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതായത് അമേരിക്ക ആഗ്രഹിക്കുന്നത് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ഡംപ് ചെയ്യണം. അതായത് അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ സസ്യ എണ്ണകളുണ്ട്, ആപ്പിളുണ്ട്, ചോളമുണ്ട്. ഇതേപോലുള്ള ചില സംഗതികൾ ഇന്ത്യൻ വിപണിയിലേക്ക് അത് കൊണ്ട് തള്ളിയിടണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആഗ്രഹം. പക്ഷെ നിലവിൽ ഇന്ത്യ ഇത്തരം ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാർഷിക മേഖലയുള്ള രാഷ്ട്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം വിദേശ ഉൽപ്പന്നങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടി അതിന് ഉന്നത നികുതികൾ ചുമത്തി അത്തരം സാധ്യതകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ അമേരിക്ക അതൊക്കെ കുറയ്ക്കണം എന്നുള്ളൊരു നിലപാടിലാണ്, ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ പേരിലാണ് ഇത്തരം വലിയ നികുതി ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. പക്ഷേ ആ ഭീഷണിക്ക് വഴങ്ങാൻ ഇന്ത്യ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ കണ്ണുകടിയുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ വലിയൊരു ഇന്ധന വിതരണ ശൃംഖല ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് റിലയൻസിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പോൾ സർവ്വസാധാരണമായി വന്നിരിക്കുന്ന നയര എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, അത് റഷ്യൻ നിയന്ത്രിതമായ ഒരു കമ്പനി തന്നെയാണ്. റഷ്യയുടെ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് നയരയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിതരണ ശൃംഖല തൽക്കാലം മുറിഞ്ഞു പോകില്ല. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള ഇന്ധന വിതരണം അനുസ്യൂതം തുടരും എന്ന് തന്നെ വേണം നമ്മളിപ്പോൾ കരുതാൻ. പക്ഷേ പൊതുമേഖലാ എണ്ണ കമ്പനികൾ എണ്ണ വിൽപ്പന നിർത്തിവെച്ചതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ സന്തുഷ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില സംഗതികൾ കൂടിയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു ലോകക്രമം ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇന്ത്യ, റഷ്യ, ചൈന, അമേരിക്കയ്ക്ക് ബദലായി ഈ 3 രാജ്യങ്ങൾ സംയുക്തമായി നീങ്ങുന്നു എന്ന തരത്തിലുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ കർക്കശമാക്കുന്നതും പാകിസ്ഥാനെ കൂടെ നിർത്താൻ ട്രംപ് ശ്രമിക്കുന്നതിൻ്റെ അടിസ്ഥാനമായ പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുന്നു. അതായത് അമേരിക്കയുടെ ഭീഷണികൾക്ക് തൽക്കാലം വഴങ്ങുന്നില്ല. അതിനുള്ള ബദൽ മാർഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ സ്വദേശി പ്രസ്ഥാനം, മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച അല്ലെങ്കിൽ മഹാത്മാഗാന്ധി രൂപപ്പെടുത്തിയെടുത്ത സ്വദേശി മൂവ്മെൻറ്റ്, അത് പ്രാവർത്തികമാക്കുക. നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ സംരംഭകർക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ള ഒരു നിലപാട് അത് ആഹ്വാനം ചെയ്യുക വഴി ഒരു ഉറച്ച സന്ദേശം അമേരിക്കയ്ക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംരംഭകർക്ക്, നമ്മുടെ വ്യവസായികൾക്ക് അവരുടെ ആശങ്കകൾക്ക് ഒരു പരിധിവരെയുള്ള ഒരു പരിഹാരവും കൂടിയാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്.